നമസ്കാരം. ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്ന് ഇപ്പോഴുള്ളത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിലാണ്. ഇവിടെ എത്തുമ്പോൾ ആയുർവേദ ചികിത്സാ രംഗത്ത് 8 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു വലിയൊരു പ്രസ്ഥാനമുണ്ട്. ഈ ഒരു കാലയളവിനുള്ളിൽ തന്നെ ഏകദേശം നിരവധി രോഗികൾക്ക്, കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നുമുള്ള നിരവധി രോഗികൾക്ക് ഒരു ആശ്വാസം നൽകിയിട്ടുള്ള ഒരു സ്ഥാപനം. പ്രത്യേകിച്ച് പൈൽസ് പോലുള്ള പ്രശ്നങ്ങൾക്ക്, മനുഷ്യർ നേരിടുന്ന വലിയൊരു പ്രശ്നമായിട്ട് കാണുന്ന പൈൽസ് പോലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം ലഭ്യമാക്കുന്ന ഒരു സ്ഥാപനം. പറഞ്ഞു വരുന്നത് ആയൂർ മൊട്ടേങ്ങാട്ടിൽ ആയുർവേദിക് വെൽനസ് സെന്റർ. ഇതിന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ ബ്രിസ്റ്റോ വിജയനും അതുപോലെ തന്നെ ഡോക്ടർ മാധു ലക്ഷ്മിയുമാണ് വിരുന്നിന്റെ ഇന്നത്തെ അതിഥി. ആയൂർ മൊട്ടേങ്ങാട്ടിലിന്റെ പ്രവർത്തനങ്ങൾ, പ്രത്യേകതകൾ, തുടക്കം, അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു സെന്ററിന്റെ പ്രധാന ചികിത്സാ രീതികളുമൊക്കെ അല്പസമയം പങ്കുവെക്കാം. വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം ഇരുവരെയും വിരുന്നിലേക്ക്. സാർ നമസ്കാരം. ഡോക്ടർ, ആദ്യം തന്നെ ആയൂർ മൊട്ടേങ്ങാട്ടിൽ ഏകദേശം 8ൽ പരം വർഷമായതേ ഉള്ളൂ. ഒരു ചുരുങ്ങിയ കാലയളവാണ്. ഈ ഒരു കാലയളവിനുള്ളിൽ തന്നെ ഈ ഒരു വലിയൊരു വിജയത്തിലെത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ക്വാളിറ്റി വളരെ വലുതാണ്. ഈ ഒരു സെൻറ്ററിൻ്റെ തുടക്കവും അതുപോലെ തന്നെ നമ്മുടെ സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങാം. തുടക്കം എങ്ങനെയായിരുന്നു? തുടക്കം നമ്മൾ മുട്ടിപ്പാലത്തായിരുന്നു ആദ്യം സ്ഥാപനം ആരംഭിച്ചത്. ഓക്കെ. അവിടെ നിന്ന് നമ്മൾ ഇവിടേക്ക് മാറിയിട്ട് ഇപ്പോൾ ഒരു 6 വർഷത്തോളമായി. കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ് പ്രാക്ടീസ് സെക്ഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. 8 വർഷത്തോളമായി ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട്. പ്രധാനമായും നമ്മുടെ സെൻറ്ററിൽ എത്തുമ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ നമ്മൾ ഏതൊരു സ്ഥാപനത്തിനും അവരുടേതായിട്ടുള്ളൊരു സ്പെഷ്യൽ ഉണ്ടാകുമല്ലോ. നമ്മളുടെ മൊട്ടേങ്ങാട്ടിലേക്ക് എത്തുമ്പോൾ ഡോക്ടറിൻ്റെ ഒരു സ്പെഷ്യൽ എന്താണ്? നമ്മൾ ആനോററ്റിലാണ് സ്പെഷ്യലായിട്ട് ചെയ്യുന്നത്. പൈൽസ്, ഫിസ്റ്റ, ഫിഷർ എന്നീ കേസുകളാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ആനോററ്റൽ പ്രോബ്ലങ്ങൾ, അതായത് പൈൽസ്, ഫിസ്ല എന്നീ അസുഖങ്ങൾക്കാണ് മെയിനായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ആയുർവേദത്തിൽ വിത്തൗട്ട് സർജറി കൂടാതെയുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ ചെയ്യുന്നത്. അത് ശാരസൂത്രം, ശാരകർമ്മം എന്നീ പ്രൊസീജിയറാണ് നമ്മൾ ചെയ്യുന്നത്. മാക്സിമം നമ്മൾ ആ സർജറി അവോയ്ഡ് ചെയ്തതിന് ശേഷമാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. പിന്നെ വെരിക്കോസ് വെയിനും നമ്മൾ നല്ല ട്രീറ്റ്മെൻറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതേപോലെ തന്നെ സ്പോർട്സ് മെഡിസിൻ, സ്പോർട്സ് ഇഞ്ചറി, ഇതൊക്കെയാണ് നമ്മളിവിടെ മെയിനായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സ്പെഷ്യൽ ചെയ്യുന്ന ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഏകദേശം ഇപ്പം പൊതുവെ നമ്മൾ എണ്ണ എടുക്കുകയാണെങ്കിൽ തന്നെ കുട്ടികളിൽ വരെ ഈ ഒരു പൈൽസ് എന്ന് പറഞ്ഞൊരു രോഗം വരുന്നൊരവസ്ഥയാണ് നമ്മുടെ ഈ ഒരു ജീവിതശൈലി കൊണ്ട്. അതിനൊരു കൃത്യമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് താങ്കൾ അതിനെ കൊടുത്ത് സക്സസ് ആക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കരുതലുകൾ എടുക്കണം? ഡോക്ടറിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് പറയാനുള്ളത്? മെയിനായിട്ട് നമ്മൾ ഭക്ഷണക്രമമാണ് ക്രമീകരിക്കേണ്ടത്. എന്തൊക്കെ ഫുഡ് കഴിക്കണം. നമ്മളിപ്പോൾ ഈ മലബാർ ഏരിയയിൽ പ്രത്യേകിച്ച് നോൺ വെജ് ആണ് സ്റ്റൈൽ. മെയിനായിട്ട് നമ്മൾ ചിക്കൻ, അങ്ങനെയുള്ള സ്പൈസി ആയുള്ള ഫുഡുകൾ, ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് അസുഖം വരാനുള്ള കാരണം, നല്ല റീസണുകളും. പിന്നെ ടൈമിനുള്ള ഫുഡ് കഴിക്കാതിരിക്കുക. പിന്നെ അതായത് രാവിലെ ഭക്ഷണം കട്ട് ചെയ്തതിന് ശേഷം ഉച്ചയ്ക്ക് കഴിക്കുക. അങ്ങനെയുള്ള നോർമലുള്ള ഡയറ്റ് ഫോളോ ചെയ്യാതെ ഉള്ള പ്രശ്നം കൊണ്ടാണ് മെയിനായിട്ട് ഈ അസുഖം വരാനുള്ള ചാൻസ് കൂടുതലായി വരുന്നത്. ഓക്കെ. ഇത് നമ്മളിപ്പം നമ്മുടെ ഒരു രോഗി നമ്മുടെ ഈ ഒരു രോഗവുമായിട്ട് എത്തുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഇതിന് ഒരു പല ഘട്ടങ്ങളുണ്ടല്ലോ ഈ രോഗത്തിന്. ഇപ്പം പല രീതിയിലാണല്ലോ ഇതിനെ പറയുന്നത് തന്നെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു തുടക്ക സമയത്ത് തന്നെ നമുക്ക് ഇതിനെ ട്രീറ്റ് ചെയ്ത് മാറ്റുവാൻ കഴിയുമോ? ഏറ്റവും ബെറ്റർ തുടക്കത്തിൽ തന്നെ ട്രീറ്റ് ചെയ്ത് മാറ്റുന്നതാണ്. ഇതിന് ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി അങ്ങനെ വരുന്നുണ്ട്. ഫസ്റ്റ് ഡിഗ്രിയിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ. അത് അധികം പെയിൻ ഇല്ലാത്തതിന് നമുക്ക് പേഷ്യൻസിനെ ക്ലിയർ ചെയ്യാൻ പറ്റാം. പക്ഷെ എന്താ വെച്ചാൽ ഇത് ഒരു സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി, ഫോർത്ത് ഡിഗ്രി അങ്ങനെ പോകുമ്പോൾ ഇതിന്റെ കോംപ്ലിക്കേഷൻ കൂടി വരികയാണ്. അത് പേഷ്യൻസിന് അതിന് വേദന കൂടും. പ്രൊസീജിയർ ചെയ്യുമ്പോൾ നമുക്കായാലും നമ്മളെ പോലെ ഡോക്ടേഴ്സിനായാലും റിസ്ക് ആണ്. ഇത് പെട്ടെന്ന് ചെയ്ത് ക്യൂർ ചെയ്യാൻ റിസ്ക് ഉള്ള ബെറ്ററാണ്. പക്ഷെ സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ നമുക്ക് വേഗം ക്യൂർ ചെയ്യാം. പക്ഷെ ഇത് എല്ലാവരും പുറത്ത് പറയാൻ മടിച്ചിട്ട് നമ്മളോട് ആരോടും പുറത്ത് കാണിക്കാൻ, അതായത് ഡോക്ടർ വന്ന് കാണിക്കാനുള്ളതാണെന്നുണ്ടാണ് ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഈ ഒരു മറച്ചു വെക്കുന്നതും അതൊരു വലിയൊരു അപകടാവസ്ഥയിലേക്ക് പോകുന്നത്. ഇപ്പോൾ നമ്മളുടെ ഒരു സെന്ററിന്റെ ട്രീറ്റ്മെന്റ് രീതി എടുക്കുകയാണെങ്കിൽ ഇതിന് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസ് എങ്ങനെയാണ്? നമ്മൾ ഉള്ളിൽ കഴിക്കുന്നതിനാണോ അത് അല്ലാതെ മറ്റുള്ള പുറമേ പുരട്ടുന്നത് എന്തെങ്കിലും ഓയിൽമെന്റ് അങ്ങനെയുള്ള ചികിത്സാ രീതിയാണോ?
ഉള്ളിലേക്കും കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഉള്ളിലേക്ക് മാത്രം ചെയ്താൽ പോരാ. നമ്മൾ ട്രീറ്റ്മെന്റ് ആയി ചെയ്യുമ്പോൾ ക്ഷാരകർമ്മം എന്ന 2 പ്രൊസീജിയർ ആയുർവേദ പ്രൊസീജിയറാണ് ചെയ്യുന്നത്. ഈ 2 പ്രൊസീജിയർ വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന്റെ മെഡിസിൻസ് എല്ലാം നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളെ മെഡിസിൻസ് തന്നെ അവിടെ യൂസ് ചെയ്യുന്നത് നമ്മളെ പേഷ്യൻസിന്. സ്ത്രീ രോഗികൾ ഈ ഒരു രോഗത്തിന് ഒരുപാട് പേര് ഈ ഒരു രോഗത്തിന് രോഗം പെട്ടിട്ടുണ്ട്. ഇത് മിക്ക ആൾക്കാർ ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ ഇത് പുറത്ത് പറയാൻ അവർക്ക് കഴിയാത്തത് കൊണ്ടും അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയി ഇതിനെ എങ്ങനെ ഒരു ഡോക്ടറിനോട് അവതരിപ്പിക്കും എന്നുള്ള വിഷമം അനുഭവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ അത് ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ അതൊരു വലിയൊരു അപകടാവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഭാഗത്തോട് ഇപ്പം ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? ഇല്ല, അത് കൂടുതലും സ്ത്രീകൾക്ക് ഇപ്പോൾ ഈ പൈൽസ്, ഫിസ്റ്റുല മുതലായ അസുഖങ്ങൾ വരുമ്പോൾ അതവർ പറയാറില്ല. ഇനീഷ്യൽ സ്റ്റേജിൽ ആരും തന്നെ അത് പുറത്ത് പറയാറില്ല. അത് ഈ പറഞ്ഞ പോലെ തന്നെ മടി കാരണം ആരും പറയാറില്ല. പിന്നീട് അത് ലേറ്റസ്റ്റ് സ്റ്റേജിലോട്ട് എത്തുമ്പോൾ ഈവൻ ഡോക്ടറുടെ അടുത്ത് എത്തുമ്പോൾ കൂടി നമുക്ക് ചെയ്യാവുന്ന ട്രീറ്റ്മെന്റ്സിന് കുറച്ച് പരിമിതികൾ വരും. അപ്പോൾ ബെറ്റർ എന്തുകൊണ്ടും എല്ലാവരും ഒരു ബെറ്റർ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഡയറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു കാര്യം. കാരണം ഡയറ്റാണ് ഏതൊരു അസുഖത്തിൻ്റെയും ബേസിക് ആയിട്ട്. ഇപ്പോൾ ഈവൻ ആയുർവേദത്തിലാണെങ്കിലും പറയുന്നത് ആഹാരമാണ് എല്ലാത്തിൻ്റെയും ബേസ്. അപ്പോൾ അതാദ്യം നമ്മളെല്ലാവരും ഒരേ നല്ല രീതിക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അസുഖങ്ങൾ വരാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇപ്പം ഇവിടെ തന്നെ രോഗികൾക്കാണെങ്കിൽ നമ്മൾ ആദ്യം ചികിത്സകൾ അല്ലാതെ തന്നെ ഡയറ്റ് നമ്മൾ അഡ്വൈസ് ചെയ്യും. അതായത് ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കണം. അതിപ്പോൾ വീട്ടിലാണെങ്കിലും വീട്ടിൽ ആരാണ്, കാരണം ഇതൊരു ഹെറിഡിറ്ററി അസുഖം കൂടിയാണ്. തലമുറകളായിട്ടും ഈ അസുഖം കൈമാറി വരാം, അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം ഇപ്പോൾ ആ പേഷ്യൻ്റ് വന്നാലും അവരുടെ ഭാവി തലമുറയ്ക്കും കൂടി ഉള്ളതും നമ്മൾ ഡയറ്റിൻ്റെ രൂപത്തിൽ നമ്മൾ കൊണ്ടുനടക്കുക തന്നെ വേണം. ഇതൊരു പാരമ്പര്യമായിട്ടും വരുന്നൊരു രോഗം തന്നെയാണ്. തീർച്ചയായിട്ടും അതും ഒരു ശ്രദ്ധിക്കേണ്ട കാര്യത്തിനാണ്. ഭക്ഷണ രീതി മാത്രമല്ല അതെ, അത് ഒരു നല്ലൊരു അറിവ് തന്നെയാണ് ഡോക്ടർ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ മറ്റുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക്, സ്ത്രീ രോഗ വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ട്രീറ്റ്മെൻറ്റിലേക്ക് ഇപ്പം ഡോക്ടറിൻ്റെ നേതൃത്വത്തിൽ കൊടുക്കുന്ന ചികിത്സകൾ എന്തൊക്കെയാണ്? ഇവിടെ കൂടുതലായിട്ടും സ്ത്രീ രോഗങ്ങൾക്ക് ആദ്യം തന്നെ ഈ പൈൽസ്, ഫിസ്റ്റുല മുതലായ അസുഖങ്ങൾക്ക് തന്നെയാണ്. അത് ലേഡി ഡോക്ടറിന്റെ ചോദിച്ചു വരുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അതിനുള്ള കൺസൾട്ടേഷൻ ആണ്. പിന്നീട് അതല്ലാതെ സ്ത്രീ രോഗങ്ങൾക്ക്, അതായത് ഗൈനക്കോളജി രോഗങ്ങൾ, അതായത് ഇപ്പോൾ ഡിസ്മെനോറിയ, അതായത് PCOD മുതലായ അസുഖങ്ങൾക്കും ഇവിടെ ചികിത്സ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നീടുള്ളത് വെരിക്കോസ് വെയിനുള്ള പലതരത്തിലുള്ള ചികിത്സകൾ. അതിപ്പോൾ ഒരു സർജറി അല്ലാതെ നമ്മൾ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന ചികിത്സകളുണ്ട്. ഇപ്പോൾ ലീച്ച് തെറാപ്പി പോലെയുള്ള ചികിത്സകൾ, അതെല്ലാം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. ഡോക്ടർ, അതുപോലെ നമ്മുടെ ഏതൊരു സ്ഥാപനത്തിൻ്റെയും വിജയം അവിടുത്തെ ഡോക്ടറിൻ്റെ കൈപ്പുണ്യവും അതുപോലെ അവിടുത്തെ മരുന്നുകളുടെ ഒരു ക്വാളിറ്റിയുമാണ്. ഇപ്പോൾ ആയുർ മൊട്ടേങ്ങാട്ടിലേക്ക് എത്തുമ്പോൾ നമ്മളിലേക്ക് എത്തുന്ന രോഗികൾക്ക് കൊടുക്കുന്ന മെഡിസിൻസിൻ്റെ ആ ഒരു സോഴ്സ് എങ്ങനെയാണ്? ആ രോഗികൾക്ക് നമ്മൾ മെഡിസിന് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എണ്ണകൾ, തൈലങ്ങൾ, മറ്റുള്ള കഷായങ്ങളിലേക്ക് അതിൻ്റെയൊക്കെ ഒരു രീതി എങ്ങനെയാണ്? നമ്മളിവിടെ പേഷ്യൻസിന് കൊടുക്കുന്ന മെഡിസിൻസാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന മെഡിസിൻസാണ്. അതിപ്പോൾ അകത്തേക്ക് കൊടുക്കുന്ന മെഡിസിൻ ആയാലും മാക്സിമം ഞാൻ എൻ്റെ നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മൾ പാരമ്പര്യമായി ഉണ്ടാക്കുന്ന രീതിയിലാണ് നമ്മൾ മെഡിസിൻസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. പറ്റാത്ത നമ്മൾ ചില മെഡിസിൻസ് ഉണ്ട്, ക്യാപ്സൂളും കാര്യങ്ങളും, അത് നമ്മൾ പേറ്റൻസ് നമ്മൾ നോക്കുന്നുണ്ട്. മാക്സിമം നമ്മൾ പേഷ്യൻസിന് പ്രിസർവേറ്റീവ് ഇല്ലാത്ത നല്ല ക്വാളിറ്റിയുള്ള നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമ്മൾ ചൂർണ്ണങ്ങളാക്കിയിട്ടാണ് പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ ഡോക്ടർ, അതുപോലെ തന്നെ പ്രധാനമായിട്ട് നമ്മളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ആയുർ മൊട്ടേങ്ങാട്ടിലിൻ്റെ നേതൃത്വത്തിൽ പുറത്തു വരുന്ന അല്ലെങ്കിൽ നമ്മളെ പേഷ്യൻറ്റിലേക്ക്, നമ്മുടെ സെൻറ്ററിലേക്ക് എത്തുന്ന പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ് ആയുർവേദവുമായി ബന്ധപ്പെട്ട് വരുന്നത്? നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്ന കഷായം, അരിഷ്ടങ്ങളൊക്കെ നമ്മളെ പേഷ്യൻസിനുള്ളത് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നു. ഉള്ളിലേക്ക് കഴിക്കാനുള്ള കഷായ ചൂർണ്ണായാലും അരിഷ്ടങ്ങളായാലും ഇത് മാക്സിമം നമ്മൾ നമ്മളതായി പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതാണ്. പ്രിസർവേറ്റീവ് ഒക്കെ ഇല്ലാത്ത മെഡിസിൻസാണ് മാക്സിമം. അലർജിക്കുള്ള ചില മെഡിസിൻസ് മാത്രം നമ്മൾ പാറ്റൻസ് മെഡിസിൻ മാത്രം ഉപയോഗിക്കും. ഓക്കെ, നമ്മുടെ മറ്റുള്ള സെൻ്ററുകളിൽ ലഭ്യമാണോ? നമ്മളെ മെഡിസിൻസ് നമ്മൾ ബാക്കിയുള്ള ഡോക്ടേഴ്സിലൂടെ എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഭാവിയിലേക്ക് അതിനുള്ള പ്ലാനും ഉണ്ട് നമുക്ക്. ബാക്കിയുള്ള ഇപ്പൊ നമ്മളെ പേഷ്യൻസിനുള്ള മെഡിസിൻസ് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പൈൽസിന്റെ സിസ്റ്റം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റിലേക്കൊക്കെ എത്തുന്ന ആ ഒരു ടൈം എപ്പോഴായിരിക്കും? അത് ഏത് ഈ ടൈമിൽ ഇത് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് ഉപയോഗിക്കുന്നത്? ഫസ്റ്റ് ഡിഗ്രി സ്റ്റേജിൽ ഉപയോഗിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സെക്കൻഡും തേർഡിലും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. 4th ഡിഗ്രിയൊക്കെ ആകുമ്പോഴാണ് ഇത് പ്രൊസീജിയർ മാറും മൊത്തത്തിൽ. ചാരം പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫസ്റ്റ് ഡിഗ്രിയും സെക്കൻഡ് ഡിഗ്രിയിലാണ് നമ്മൾ ചാരം അപ്ലൈ ചെയ്യുന്നത്. 3rd ഡിഗ്രിയും 4th ഡിഗ്രിയും വരുമ്പോഴേക്കും നമ്മൾ സർജിക്കൽ പ്രൊസീജിയറാണ് ഇത് ചെയ്യാറ് പൊതുവെ.
സർജിക്കൽ പ്രൊസീജിയറാണ് പൊതുവെ ചെയ്യാറ്. നമ്മുടെ സെൻറ്ററിൽ വളരെയധികം സക്സസ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് വെരിക്കോസ് വെയിൻ. അത് ഇപ്പം അതിൻ്റെ പല തരത്തിലുള്ള ചികിത്സാ രീതികളാണല്ലോ. വളരെ സക്സസ് ആയിട്ട് പോകുന്ന ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആ രീതിയും കൂടെ ഒന്ന് പറയുകയാണെങ്കിൽ ഉപകാരമാണ്. വെരിക്കോസ് വെയിൻ പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്നത് സ്ഥിരാഘാതം, ലീസ് തെറാപ്പി ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അത് ഓരോ പേഷ്യൻസിന് ഡിപ്പെൻഡ് ചെയ്യും, ഓരോ കണ്ടീഷനും ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്നത് നമ്മളതായി പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ കൈകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന പച്ചമരുന്നുകളാണ് കൊടുക്കുന്നത്. നമ്മൾ കംപ്ലീറ്റ് ക്യൂർ എന്നല്ല പറയുന്നത്. ചില കേസുകൾ നമ്മൾ കംപ്ലീറ്റ് ക്യൂർ കിട്ടുന്നുണ്ട്. അത് ഓരോ കേസിലും ഡിപ്പെൻഡ് ചെയ്യും. നോക്കിയിട്ടാണ് നമ്മൾ ഓരോ കേസിലും നോക്കിയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റും അതിൻ്റെ വ്യത്യസ്ത. നമ്മുടെ ഏതൊക്കെ തരത്തിലുള്ള കർക്കിടക ചികിത്സകളാണ് നമ്മുടെ സെൻറ്ററിൽ മെയിനായിട്ടും കൊടുക്കുന്നത്? ആയുർ മുട്ടങ്ങാട്ടിൽ എന്ന ഒരു സ്ഥാപനത്തിൽ നിന്നും മെയിനായിട്ട് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഏതൊക്കെയാണ്? കർക്കിടക ചികിത്സ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് അസുഖമുള്ളവനെ ചികിത്സിച്ച് മാറ്റാനും സ്വസ്ഥനായിരിക്കുന്ന ഒരാൾക്ക് സ്വാസ്ഥ്യം, അതായത് അയാളുടെ ആരോഗ്യം നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ വർഷകാലത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ പഞ്ചകർമ്മ ചികിത്സകളും അതുപോലെയുള്ള മറ്റു ചികിത്സകളും ഏറ്റവും ഫലപ്രദമായി ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കർക്കിടക ചികിത്സ എന്ന് പറഞ്ഞിട്ടൊരു ചികിത്സാ രീതി തന്നെ ഇപ്പോൾ എല്ലാവരും അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഹോസ്പിറ്റലിൽ, നമ്മുടെ സ്ഥാപനത്തിൽ കർക്കിടക ചികിത്സയ്ക്ക് എല്ലാവിധ സൗകര്യങ്ങളും, അതായത് കിഴി, ധാര, സ്റ്റീം ബാത്ത്, അഭ്യംഗം മുതലായ എല്ലാ പഞ്ചകർമ്മ ചികിത്സകളും ഇപ്പോൾ ലഭ്യമാണ്. നമ്മളിതിൻ്റെ ഈ ഒരു ചികിത്സയുടെ ഒരു രീതി എങ്ങനെയാണ്? നമുക്കത് എത്ര ദിവസമാണ്, എത്ര ദിവസങ്ങൾക്കുള്ളിൽ ട്രീറ്റ്മെൻറ്റാണ്, അത് എത്ര ദിവസം വരെ ആകാം, അതിൻ്റെ ടൈമും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? നമുക്ക് രണ്ട് രീതിക്കാണ് ഇപ്പോൾ നമ്മൾ ആക്ച്വലി ഈ കർക്കിടക ചികിത്സ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഇപ്പോൾ അസുഖമുള്ള ഒരാളാണ് നമ്മളുടെ അടുത്ത് വരുന്നതെങ്കിൽ നമ്മൾ ആ അസുഖത്തിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ആൾക്ക് ചെയ്യുന്നത്. അത് ചിലപ്പോൾ ഒരു 14 ദിവസത്തെ ആവാം, 21, അതങ്ങനെ ആളുടെ അസുഖത്തനുസരിച്ചിരിക്കും. അതല്ല, ഒരു കർക്കിടക ചികിത്സക്ക് വേണ്ടിയിട്ട് വരുന്നതാണെങ്കിൽ നമുക്ക് പാക്കേജസ് അവൈലബിൾ ആണ് ഇപ്പോൾ നമുക്ക്. അത് 3 ദിവസം, 5 ദിവസം, 7 എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മുടെ ചികിത്സയുടെ എണ്ണങ്ങളിൽ വ്യത്യാസം വരും. ഇപ്പോൾ കിഴി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എണ്ണങ്ങൾ വ്യത്യാസമുണ്ട്. അതൊരു പാക്കേജ് ആയിട്ട് നമ്മളിപ്പോൾ അവൈലബിൾ. നമുക്കത് ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്തെടുക്കാം. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ പിന്നീടുള്ള നമ്മുടെ ഒരു ചികിത്സാ മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആയുർ മുട്ടങ്ങാട്ടിൽ പ്രധാനമായിട്ടും എല്ലാവിധ ജനറലായിട്ടുള്ള മെഡിസിൻസ് എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ മറ്റുള്ള ചികിത്സ തേടി ഏതൊക്കെ തരത്തിലുള്ള രോഗങ്ങൾക്കുള്ള പേഷ്യൻസ് ആണ് എത്തുന്നത്? മറ്റുള്ള ചികിത്സകൾ ഇപ്പോൾ പൈൽസ് ഫിസ്റ്റുല അല്ലെങ്കിൽ അനോറക്ടൽ ഡിസീസുകൾ അല്ലാതെ സ്പോർട്സ് ഇഞ്ചുറി ധാരാളം വരുന്നുണ്ട്. അതല്ലാതെ പിന്നെ വരുന്നത് നമ്മുടെ ഈ വളരെ കോമൺ ആയിട്ടുള്ള നടുവേദന, മുട്ടുവേദന, സന്ധിവേദനകളൊക്കെ എല്ലാം തരത്തിലുള്ള വേദനകളുടെയും ചികിത്സയ്ക്ക് ഇവിടെ ആൾക്കാർ വരാറുണ്ട്. പൈൽസ് ഫിസ്റ്റുല മുതലായ അനോറക്ടൽ ഡിസീസുകൾ അല്ലാതെ ഇപ്പം നമുക്ക് സ്പോർട്സ് ഇഞ്ചുറി ധാരാളമായി വരുന്നുണ്ട്. പിന്നീട് വരുന്നത് ഗൈനക്കോളജിക്കൽ അസുഖങ്ങളാണ്, അതായത് സ്ത്രീരോഗ ബന്ധപ്പെട്ട പല അസുഖങ്ങളും നമുക്ക് വരുന്നുണ്ട്. അതല്ലാതെ പിന്നെ സന്ധിവേദന, പൊതുവെയുള്ള വാതരോഗങ്ങൾക്കുള്ള ചികിത്സകളും, പിന്നീട് വിട്ടുമാറുന്ന തലവേദന, അങ്ങനെയുള്ള ക്രോണിക് ആയിട്ടുള്ള ചില അസുഖങ്ങൾക്കുള്ള ചികിത്സകൾ തേടി പല പേഷ്യൻസും പല സ്ഥലത്തും വരാറുണ്ട്. അതിനുള്ള നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടിയിട്ടാണ് അവർ തിരിച്ചു പോകുന്നത്. വളരെയധികം നന്ദി ഡോക്ടർ മാധുലക്ഷ്മി. തീർച്ചയായിട്ടും താങ്കളുടെ നേതൃത്വത്തിലുള്ള ഒരു ചികിത്സാ രീതികളും ഒരുപാട് രോഗികൾക്ക് വളരെയധികം ആശ്വാസകരമായി മാറട്ടെ. ഇനിയും താങ്കളുടെ ആ ഒരു ചികിത്സകൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊരു പരിഹാരം, ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കട്ടെ എന്ന് ഞങ്ങളും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്കളുടെ ഒരു വിലപ്പെട്ട സമയം, അല്പസമയം വിരുന്നിൻ്റെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുമായി പങ്കുവച്ചതിന് നന്ദി. നമസ്കാരം.